അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്നൊരു വിഭാഗമുണ്ട്. ആ മലക്കുകൾ ഉണ്ട് എന്നും ആ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കലും ഒക്കെ നമുക്ക് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു മലക്കുകളുണ്ടെന്ന്. ആ മലക്കുകളുടെ ദുആയും അവരുടെ സപ്പോർട്ടും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവാൻ 4 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യവും നമുക്ക് ഇന്ന് മഗ്‌രിബിന് മുമ്പ് ചെയ്യാൻ പറ്റിയാൽ ഉഷാറാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 കാര്യം വിശദമായി ഒന്ന് കേട്ടാലോ? വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന 5 പ്രതിഫലങ്ങൾ. ഏതൊക്കെയാണ് 5 പ്രതിഫലം? ആ ആയത്ത് ഏതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അതിൽ 5 പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം മാത്രം പറയാം. മരിക്കുന്നതിന് മുമ്പ് 70,000 മലക്കുകൾ വരും, വന്നിട്ട് നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും. എന്നിട്ട് നമ്മൾ മരിക്കൂ. ഈ ആയത്ത് നമ്മൾ ഓതൽ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാനും മലക്കുകളുടെ ദുആ ഉണ്ടാവാനും എല്ലാ കണ്ണേറ് സിഹർ എല്ലാ വിഷമങ്ങളും ഒക്കെ മാറി എല്ലാവിധ ഖൈറുണ്ടാവാൻ അത്ഭുത 2 മന്ത്രങ്ങൾ ഉൾപ്പെടെ 4 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അവസാനം വരെ കാണാൻ മറക്കണ്ട. എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഒരു ദിവസം മദീന പള്ളിയുടെ ഉള്ളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. നബി തങ്ങളുടെ വലിയ കൂട്ടുകാരനായിരുന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ എന്ന മലക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വരുമായിരുന്നു. സമയം കിട്ടുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാണ്. നബി തങ്ങൾക്ക് വഹിയുമായി വരും. വഹിയുമായി വന്ന് വഹി അറിയിച്ചു കൊടുത്ത് ഖുർആൻ ആയത്തൊക്കെ അറിയിച്ചു കൊടുത്തിട്ട് നബിതങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അങ്ങനെ മുത്തായ ഹബീബുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ മദീന പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. പലപ്പോഴും വരുന്നത് മനുഷ്യൻ്റെ രൂപത്തിലാണെന്നാണ്. നല്ല ഒരു പുരുഷൻ്റെ രൂപത്തിലായിരിക്കും മലക്ക് വരാറുള്ളത്. പല സമയത്തും പല രൂപത്തിലും കോലത്തിലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മദീന പള്ളിയുടെ പുറത്തുകൂടി മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന മലക്ക് ചോദിച്ചു, നബി ആ പോകുന്നത് അബൂ ദർറുൽ ഗിഫാരി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, അതെ അത് അബൂ ദർറാണ് പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ ഭൂമിയിലെ മനുഷ്യന്മാർക്കിടയിൽ അബൂ ദർറിനെ പറ്റി കൂടുതൽ ആരും ചർച്ച ചെയ്യാറുണ്ടാവില്ല. പക്ഷേ ആകാശത്ത് ഞങ്ങൾ മലക്കുകൾക്കിടയിൽ അബൂ ദർറിനെ പറ്റി ഞങ്ങൾ പറയാത്തൊരു ദിവസം പോലും ഇല്ലെന്നാണ്. അതായത് മലക്കുകൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല. പല മലക്കുകളും ഈ അബൂ ദർറുൽ ഗിഫാരിയുടെ കൂട്ടുകാരനായി അബൂ ദർ റളിയല്ലാഹു തആല അൻഹു എന്ത് നന്മ ചെയ്താലും ഉടൻ തന്നെ വന്ന് അല്ലാഹുവേ അബൂ ദറിൻ്റെ ഈ ഒരു പ്രവൃത്തി നീ സ്വീകരിക്കണേ, ഈ ഒരു നന്മ നീ കബൂലാക്കണേ എന്ന് അബൂ ദർറുൽ ഗിഫാരിക്ക് വേണ്ടി എപ്പോഴും ദുആരക്കുന്ന മലക്കുകൾ വരെയുണ്ട് നബിയേ. ആ സമയത്ത് അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ എന്ത് നന്മ ചെയ്തിട്ടാണ് അബൂ ദർറിന് ഇത്രമാത്രം മഹത്വം കിട്ടിയതെന്ന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ഈ അബൂ ദർ ഉണ്ടല്ലോ വളരെ പാവപ്പെട്ടൊരു സ്വഹാബിയാണ്. വലിയ കാശുകാരനൊന്നുമല്ല. അത്യാവശ്യം കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ പോറ്റുന്ന ആളാണ്. പക്ഷെ മൂപ്പർക്കൊരു സ്വഭാവമുണ്ട്. മൂപ്പർ എന്തെങ്കിലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ കയ്യിലേക്ക് പൈസ വന്നാൽ ആ പൈസ പല രൂപത്തിലാണ് ചെലവഴിക്കുക. ചില സമയത്ത് മൂപ്പര് കിട്ടിയ പൈസ മുഴുവനും എന്ത് ചെയ്യും? സ്വതക്ക ചെയ്യും. ഈ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അനാഥകളുണ്ട്, അഗതികളുണ്ട്, ആരാരും സഹായിക്കാനില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ മുഴുവൻ പൈസയും സ്വതക്ക ചെയ്യും. ചില സമയത്ത് സമ്പത്തിനെ 2ആയി ഭാഗിക്കും. എന്നിട്ട് ഒരു ഭാഗം തൻ്റെ കുടുംബത്തിന് കൊടുക്കും, ബാക്കിയുള്ളത് സ്വതക്ക ചെയ്യും. അപ്പോൾ എപ്പോൾ പൈസ കിട്ടിയാലും പൈസ എപ്പോൾ കയ്യിലേക്ക് വന്നാലും അതിൽ നിന്നും ഒരു വിഹിതം അബൂ ദർറുൽ ഗിഫാരി തങ്ങൾ സ്വതക്ക ചെയ്യും നബിയെ. ആ സ്വതക്കയുടെ ഫലമായിട്ട് മലക്കുകൾക്കിടയിൽ ഇദ്ദേഹത്തെ പറ്റി ചർച്ചയാണ്. മലക്കുകൾ പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ കയ്യിലും പൈസ വരാറുണ്ട്, നിങ്ങളുടെ കയ്യിലും പൈസ വരാറുണ്ട്. പൈസ വരുന്നതിലല്ല, ആ വരുന്ന പൈസയിൽ എത്രമാത്രം നമ്മൾ സ്വതക്ക കൊടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത ചിന്തിച്ചാൽ പല ആളുകൾക്കും ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണം.
4 സ്വഭാവം വേണം. അതിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, സ്വതക്ക ചെയ്യുക. കിട്ടുന്ന പൈസ ഇപ്പോൾ മുഴുവനായിട്ടും സ്വതക്ക ചെയ്യാനുള്ള ഈമാനൊന്നും ഒരു പക്ഷേ നമുക്കൊന്നും ഉണ്ടാവില്ല. സ്വഹാബിമാർക്കൊക്കെ വലിയ ഈമാനാണ്. എത്ര പൈസ സ്വതക്ക ചെയ്താലും അള്ളാഹ് തരും എന്നുള്ള ഒരു വല്ലാത്തൊരു ഈമാൻ അവർക്കുണ്ടായിരുന്നു. നമുക്കൊക്കെ ആ ഒരു ഈമാൻ വളരെ കുറവാണ്, അത്രയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, കിട്ടുന്ന പൈസക്ക് സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട് മുഴുവനും. പക്ഷേ നമുക്ക് കിട്ടുന്ന പൈസ ഒരു അല്പമെങ്കിലും, ഒരു 100 രൂപ മതി, അല്ലെങ്കിൽ 200 രൂപ മതി, അല്ലെങ്കിൽ ഒരു 50 രൂപ വെച്ച് ഒരു 2-3 ആളുകൾക്ക് കൊടുത്താലും മതി. എത്രയോ വാട്സപ്പിലൊക്കെ ഓരോ ദിവസവും എത്രയോ മെസ്സേജുകളാണ് വരുന്നത്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് ഒരു 10 രൂപയെങ്കിലും നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവും. അതായത് ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിലും, ആരും നമ്മളെ വകവെക്കുന്നില്ലെങ്കിലും മലക്കുകൾ വകവെക്കുന്നുണ്ട്. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആരക്കുമെന്നാൽ അത് മതിയില്ലേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് മുമ്പ് പറ്റുന്ന രൂപത്തിൽ സ്വതക്ക ചെയ്യുക. പുരുഷന്മാർ പള്ളിയിൽ ചെന്നാൽ, ഇന്ന് ജുമാക്ക് ഏത് പള്ളിയിൽ ചെന്നാലും എന്തുണ്ടാകും, ഈ ബക്കറ്റ് ഇങ്ങനെ പിരിവ് ഉണ്ടാകും. ഇങ്ങനെ ബക്കറ്റ് സ്വതക്ക ഇടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോകും. കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ 10 രൂപയും 5 രൂപയും 50ഉം 100ഉം ഒക്കെ ഇടാറുണ്ട്. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് സ്വതക്ക കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഉമ്മമാർക്ക് ഈ ഒരു അവസരം കിട്ടാറില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എന്ത് ചെയ്യുക, പള്ളിയിൽ പോകുന്ന നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കയ്യിൽ ഒരു 10 രൂപ കൊടുത്ത് ഇത് പള്ളി കുറ്റിയിട്ടേ കിട്ടാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുആരക്കും. ഇതൊന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. മുത്തായ ഹബീബ് തങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മനിജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹും, അതായത് ഒരു കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഖുർആൻ ഓതുകയാണ്, ആ ഖുർആനിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ പള്ളിയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആൻ ഓതുക, ചിലപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുണ്ട്. അതല്ലാത്ത സമയത്തൊക്കെ നമുക്കങ്ങനെ ഓതാനൊക്കെ വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിരുന്ന് അങ്ങനെ ഓതുന്ന പതിവൊന്നുമില്ല. ആ പറയുന്ന ദിക്റുകളൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ, നല്ല ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ നസല അലൈഹിമുസ്സകീന, 3 പ്രതിഫലമാണ് കിട്ടുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സമാധാനം ഇറങ്ങുന്നതാണ്. വഗശിയതുഹുമുർ റഹ്മ, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ഉണ്ടാകുന്നതാണ്. വഹഫളതുഹുമുൽ മലായിക, മൂന്നാമത്തെ പ്രതിഫലം മലക്കുകളുടെ കാവലുണ്ടാകും. മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നതാണ്. അപ്പം മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണം. ആര് തള്ളിപ്പറഞ്ഞാലും, ആര് നമുക്ക് വകവെച്ചില്ലെങ്കിലും മലക്കുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടാവണോ? രണ്ടാമത്തെ കാര്യം, വിശുദ്ധമായ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുക. അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ യാത്ര പോവുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു 3 പ്രതിഫലം കിട്ടും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ കരുണ കിട്ടും, അല്ലേ? നമുക്ക് അള്ളാഹിൻ്റെ കരുണയില്ലാതെ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടൂല, കഴിക്കാൻ ഭക്ഷണം കിട്ടൂല, ശ്വസിക്കാൻ വായു കിട്ടൂല. അള്ളാഹിൻ്റെ കരുണയാണ് ഈ കിട്ടുന്നതൊക്കെ. അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും, പിന്നെ അതുപോലെ മലക്കുകളുടെ ദുആയുണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് സ്വതക്കയാണ്, രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ ഓതലാണ്, അതുപോലെ തന്നെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കലാണ്. മൂന്നാമത്തെ കാര്യം, മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് മുമ്പ് 2 കുഞ്ഞായത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും പ്രയാസത്തിലും അകപ്പെട്ടു പോയവർക്കും ഏത് കുടുക്കിൽപ്പെട്ടവർക്കും ആ കുടുക്കുകൾ വേഗത്തിൽ അഴിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുത 2 മന്ത്രങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ആ ഒരു ചെറിയ 2 ആയത്തുകളാണ്. ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന 5 ഗുണങ്ങളുണ്ട്. മഹത്തുക്കൾ പറയുന്നു, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം. ഒന്നാമത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം നമുക്കുണ്ടാകുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബ്ബത്ത് നമുക്കുണ്ടാകും. അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, നല്ല മരണം. എങ്ങനെയാ? നമ്മൾ മരിക്കുന്ന സമയത്ത് 70,000 മലക്കുകൾ വരുമെന്നാണ്. യാ അല്ലാഹ്, 70,000 മലക്കുകൾ വന്നിട്ട് സ്വർഗം കൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. റബ്ബേ, അതിന് നീ തൗഫീക്ക് തരണേ അല്ലാഹ്. എന്താ ഓതേണ്ടത്? 2 കുഞ്ഞൻ ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആയത്ത് പറയാൻ പോകുന്നു. അതിനു മുമ്പ് 2 പ്രതിഫലം കൂടിയുണ്ട് ഇത് ഓതിയാൽ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഖബറിൻ്റെ അദാബ്, അല്ലേ? ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും.
അതുപോലെ തന്നെ അഞ്ചാമതായത് നമ്മുടെ ദുന്യാവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും. അത് മാറാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും. ഇപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടം മാറാനുള്ള എന്തെങ്കിലും ഒരു നല്ല വഴി, നല്ല ജോലിയാവാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പൈസ തരുന്നതാവാം, അതിനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്നാണ്. അപ്പോൾ 5 പ്രതിഫലം. അതിൽ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് 70,000 മലക്കുകൾ നമ്മൾ മരിക്കുന്ന സമയത്ത് വരും. അള്ളാഹുവെ ആ ഒരു വലിയ തൗഫീഖ് അതൊക്കെ വലിയ ഔലിയാക്കന്മാർക്ക് കിട്ടൂ, അതൊക്കെ വലിയ സ്വാലിഹീങ്ങൾക്ക് കിട്ടൂ, ഞങ്ങൾക്കത് കിട്ടും. നമ്മളൊക്കെ ആവാൻ വളരെ എളുപ്പമാണ്. ഇനി പറയുന്ന ഈ ആയത്തുകളൊക്കെ എല്ലാ ദിവസവും ഓതിക്കോ. ഇന്ന് മഗ്‌രിബിന് മുമ്പ് തന്നെ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഈ ഒരു ആയത്ത് ഓതാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഉമ്മമാർ അൽഹംദുലില്ലാഹ് നമ്മുടെ ഒരു നോട്ട്, ആ നോട്ടിലേക്ക് എഴുതുന്നുണ്ട് ഒരുപാട് ദിക്റും ദുആയും തസ്ബീഹൊക്കെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ ഈ ഒരു ആയത്ത് വേറെ ഒന്നുമല്ല, ആയത്തുൽ ഹിർസ് എന്നറിയപ്പെടുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. എൻ്റെ പൊന്നുസ്താദ്, ഇതൊക്കെ ഞങ്ങൾ അറിയാം, ഞങ്ങൾ എന്നും ഓതുന്നതാണെങ്കിലും ഈ പ്രതിഫലം അറിഞ്ഞിട്ട് ഓതുമ്പോൾ അതിൻ്റെ വല്ലാത്ത ആ ഓതാൻ ഒരു വലിയ ത്വര ഉണ്ടാവും നമുക്ക്, അല്ലേ? 5 പ്രതിഫലങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ഓദിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഓതിയാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല, അഊദു മാത്രം ഓതിയാൽ മതി. ബിസ്മി ഇല്ലാത്ത സൂറത്താണല്ലോ സൂറത്ത് തൗബ, അതുകൊണ്ട് ഇതിൻ്റെ ആയത്ത് ഓതുമ്പോഴും ബിസ്മി ഓതേണ്ട കാര്യമില്ല. ഒന്നുകൂടെ ഓതിയാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് അറിയാലോ. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇന്ന് മഗ്‌രിബിന് മുമ്പ് നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ആയത്തൊന്ന് ഓതി നോക്കിക്കേ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. അപ്പോൾ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ, മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടാൻ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമുക്ക് എല്ലാവിധ ഖൈറുണ്ടാവാൻ ചെയ്യേണ്ട 4ാമത്തെ കാര്യം കൂടി പറയാം. എന്ത്? നിത്യമായി വുളു ഉണ്ടാവുക. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കും, അല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ആ വുളു പരമാവധി മുറിയാതെ നോക്കൽ നല്ലതാണ്. അതിപ്പം ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പോകും. ആ മലമൂത്ര വിസർജനത്തിന് പോയാലും നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്, അത് നല്ലതാണ്, അല്ലേ? കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകും. ആ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വുളു എടുത്തേക്കാം. അങ്ങനെ വുളു നിത്യമാക്കി കൊണ്ട് നടന്നാൽ അതെന്താണ്? വലിയ ഖൈറാണ്. മലക്കുകൾ നമ്മെ മുസാഫഹ ചെയ്യുമെന്ന് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം. മലക്കുകളുടെ ദുആയുണ്ടാകും. കണ്ണേറ് സിഹർ ഏൽക്കില്ല എന്നാൽ നിത്യമായി ദായിമുൽ വുളു, നിത്യമായി വുളു ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ വുളു ഉള്ള സമയത്തെങ്ങാനമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത പ്രതിഫലമാണ്. മലക്കുകൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കാണിച്ചു തരുമെന്നാണ്. നമ്മൾ സ്വർഗത്തിൽ ഏത് സ്ഥലത്താണെന്ന് സ്വർഗത്തിലെ സ്ഥാനം കണ്ടു മരിക്കാൻ ഒരുപാട് പ്രതിഫലങ്ങൾ ഇങ്ങനെ ദായിമുൽ വുളു നിത്യമാക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് നമുക്കൊരുപാട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം 4 കാര്യമാണ് ഇന്ന് പഠിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, അതിൻ്റെ 5 മഹത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് നന്മകൾ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് തിന്മകളുണ്ട്, അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. മുത്തായ ഹബീബിനെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹുവേ നീ തൗഫീക്ക് തരണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഉമ്മമാരും ഉപ്പമാരും. അല്ലാഹുവേ, ആരൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും ഖൈറായ നിലയിൽ ഈ വർഷം, ഇനി വരുന്ന വർഷം ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് ഖൈറായി നാട്ടിലേക്ക് മടങ്ങി വരാൻ നീ അവർക്ക് തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പോകാൻ തീയതിയൊക്കെ നിശ്ചയിച്ചവരുണ്ട്, നിലവിൽ ഉംറ ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും ഉംറയും അതുപോലെയുള്ള എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.